ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിന്റെ നോട്ട്സ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സിലബസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്സ് ഓഫ് മോഡേൺ ഇക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് അല്ലെ. അതായത് സോഷ്യൽ സയൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് ആണ് എന്ത് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇക്കോണമി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മളിവിടെ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതില് നമ്മൾ മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സയൻസ് പഠിക്കുന്നുണ്ട് ഇക്കണോമിക്സിൽ തന്നെയാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്, അല്ലെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് സയൻസ് എന്നും നോർമേറ്റീവ് സയൻസ് എന്നും പറയാൻ പറ്റും. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്താണ്? അതായത് എക്സ്പ്ലെയിൻ അബൌട്ട് വാട്ട് ഈസ്, അതാണ് ഷോർട്ടായി പറയുകയാണെങ്കിൽ. എന്താണ് എക്സ്പ്ലെയിൻ അബൌട്ട് വാട്ട് ഈസ്, എന്താണ് സൊസൈറ്റിയിൽ നടക്കുന്നത്, എന്താണ് സൊസൈറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പഠിക്കുന്നതാണ് എന്ത് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് നോർമേറ്റീവ് ഇക്കണോമിക്സ്? നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഔട്ട് ടു ബി എന്നാണ്. അതായത് എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, സജഷൻസ് തരികയാണ് എന്ത് നോർമേറ്റീവ് ഇക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ്. ദാറ്റ് ഈസ് സ്റ്റഡി അബൌട്ട് വാട്ട് ഈസ്. നോർമേറ്റീവ് ഇക്കണോമിക്സ് ആണെങ്കിലോ വാട്ട് ഔട്ട് ടു ബി, എന്തായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മൾ ഇക്കോണമിയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് എന്ത് നോർമേറ്റീവ് ഇക്കണോമിക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടും റിസോഴ്സസ് എത്രത്തോളം ഉണ്ട്, അതിനെ എങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യുക, എങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ നടത്തുക, എങ്ങനെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് റിസോഴ്സസ് തൊട്ടിട്ട് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഏതില് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇക്കണോമിക്സിൽ പഠിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നമ്മൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, അതായത് റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡും ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡും ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അൺലിമിറ്റഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇക്കണോമിക്സിൽ പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് എന്ത്, അതായത് നമ്മൾ പറഞ്ഞു റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ ഈ നമ്മുടെ അൺലിമിറ്റഡ് വാണ്ട്സിനെ എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ഇത് രണ്ടുമാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വാല്യൂ ന്യൂട്രൽ ആണ്. മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നമ്മൾ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതായത് മനുഷ്യന്റെ ആവശ്യങ്ങളോ മനുഷ്യന്റെ ആഗ്രഹങ്ങളോ ഒന്നും കൺസിഡർ ചെയ്തിട്ടല്ല, ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ വാല്യൂ. ഓക്കെ, അതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്, പിന്നെ അതുപോലെ തന്നെ റിസോഴ്സസിന്റെ അലോക്കേഷൻ തൊട്ട് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഇക്കണോമിക്സിന്റെ ബേസിക് കൺസേൺസ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഹൗ വി സാറ്റിസ്ഫൈ അവർ അൺലിമിറ്റഡ് വാണ്ട്സ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഈ സബ്ജക്ട് ഫസ്റ്റ് തന്നെ എന്ത് പേരിലല്ല അറിയപ്പെട്ടത്? ഇക്കണോമിക്സ് എന്ന പേരിലല്ല അറിയപ്പെട്ടത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇക്കണോമിക്സിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. അതായത് ഇക്കണോമിക്സ് ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻ ആവണതിന് മുന്നേ ഇക്കണോമിക് ഐഡിയാസ് എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ മെയിനായിട്ടും രണ്ട് ആളുകളെ, രണ്ട് ഫിലോസഫേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയാണ്? പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. നമ്മൾ ഈ പേരുകളൊക്കെ ഫെമിലിയർ ആണ്. പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടില് അവർ എന്തൊക്കെ കൺസെപ്റ്റുകളാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഐഡിയ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് സ്റ്റേറ്റ് എന്താണ്, ഡിവിഷൻ ഓഫ് ലേബർ എന്താണ് എന്നുള്ള കൺസെപ്റ്റുകളെ കുറിച്ചാണ് പ്ലാറ്റോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അരിസ്റ്റോട്ടിൽ ആണെങ്കിലോ എങ്ങനെയാണ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്, ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലെ മാനേജ്മെന്റ്. ഓക്കെ, ആ കാര്യങ്ങളെ കുറിച്ചും, അതായത് മൈക്രോ ഇക്കണോമിക് കൺസെപ്റ്റ്. ദെൻ മണി എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ സ്ലേവറി, അതിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ, ഇതൊക്കെയാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇക്കണോമിക്സിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഫിലോസഫേഴ്സ് ആണ് ആരൊക്കെ? പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, ആ ഒരു ടൈം അല്ലെങ്കിൽ ഗ്രീക്ക് പീരീഡിന്റെ ആ ടൈമിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ഡാർക്ക് ഏജ് ആൻഡ് മിഡിൽ ഏജ്. ഈ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്
ഗ്രീക്കും റോമനും, അതായത് ഇവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇക്കണോമിക് തോട്ടുകൾ കുറച്ച് ഡൗൺ ആയി, അല്ലെങ്കിൽ പുതിയ ഇക്കണോമിക് തോട്ടുകൾ അതിന് കുറച്ച് ഡിക്ലൈൻ സംഭവിച്ചു. ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗ്രീക്ക് പീരീഡിന് ശേഷം ഇക്കണോമിക് തോട്ടുകൾക്ക് കുറച്ച് ഡിക്ലൈൻ വന്നു. ആ സമയത്തിനാണ് നമ്മൾ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. മിഡിൽ ഏജ് എന്താണ്? മിഡിൽ ഏജ് എന്ന് പറയുന്നത് സെന്റ് തോമസ് അക്വിനാസ്, ഈ ഒരു തിങ്കറെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. അപ്പൊ സെന്റ് തോമസ് അക്വിനാസിന്റെ കൺസെപ്റ്റുകൾ, ദാറ്റ് ഈസ് ജസ്റ്റ് പ്രൈസ്, ഈ കൺസെപ്റ്റ് എന്നെ കുറിച്ച്, ലേബർ തിയറി ഓഫ് വാല്യൂവിനെ കുറിച്ചൊക്കെ നമ്മൾ സെന്റ് തോമസ് അക്വിനാസ് ഇതിനെ കുറിച്ചൊക്കെ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ, മിഡിൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏർലി ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആണ് പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ദെൻ വാട്ട് അബൌട്ട് ഡാർക്ക് ഏജ് ആൻഡ് മിഡിൽ ഏജ്? ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മെർക്കന്റിലിസ്റ്റ് പീപ്പിൾ ആണ്. മെർക്കന്റ് അല്ലെങ്കിൽ മെർച്ചന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കച്ചവടം. ഓക്കെ, കച്ചവടത്തിന്റെ ആ ഒരു ടൈമിനെയാണ് എന്ത് പറയാ, മെർക്കന്റിലിസം എന്ന് പറയുന്നത്. മെർക്കന്റിലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ട്രേഡിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നേഷൻ ട്രേഡ്, സ്റ്റേറ്റ് ട്രേഡ്, ഇതിനെ കുറിച്ചാണ് മെയിൻ ആയിട്ടും പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് നല്ല രീതിയിൽ നമ്മൾ ട്രേഡ് നടത്തിയാൽ ആ രാജ്യത്ത് നല്ല വെൽത്ത് ഉണ്ടാവും, ആ രാജ്യം എന്താവും, ഡെവലപ്പ് ആവും എന്നാണ് പറയുന്നത്. അതിലും ആ രാജ്യം വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഏതിനൊക്കെയാണ്? ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡ് ആൻഡ് സിൽവറിന്റെ റിസർവ് ഏത് രാജ്യത്തുണ്ടോ ആ രാജ്യം എന്താണ്, ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ റിച്ച് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മെർക്കന്റിലിസം എന്ന് പറയുന്ന ക്ലാസ് ഓഫ് പീപ്പിളിൽ വരുന്ന പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ തിങ്കേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മാലിൻസ്, മിസൽഡൻ ആൻഡ് തോമസ് മൺ. ഓക്കെ, ഈ മൂന്ന് പേരാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതെ, തോമസ് മണ്ണിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഇംഗ്ലണ്ട്സ് ട്രഷർ ബൈ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ബുക്കിലാണ് അങ്ങേര് കൂടുതലായിട്ടും അവരുടെ കൺസെപ്റ്റുകളെ കുറിച്ച് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ടും അതിൽ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണ് അല്ലെ. ആ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു രാജ്യം ഡെവലപ്പ് ആവണമെങ്കിൽ ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, എക്സ്പോർട്ട് ആണ്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫോറിൻ കറൻസികളുടെ റിസർവ് കിട്ടുള്ളൂ. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻസി പുറത്തേക്കാ പോണത് ഇറക്കുമതി ചെയ്യുമ്പോൾ, അല്ലെ. സോ അതാണ്, അതായത് ഒരു രാജ്യം എന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രൊമോഷൻ വേണം, ഇമ്പോർട്ടിനെ എന്ത് ചെയ്യണം, റെസ്ട്രിക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു മെർക്കന്റിലിസ്റ്റ് ആണ് ആര്, വില്യം പെറ്റി എന്ന് പറയുന്നത്. വില്യം പെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിയെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യണം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്പേഴ്സിൽ, കൗണ്ടിൽ കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ ട്രേഡും എംപ്ലോയ്മെന്റും നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യം ഡെവലപ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ട്രേഡ് ആണെങ്കിലും എംപ്ലോയ്മെന്റ് ആണെങ്കിലും നമുക്ക് എങ്ങനെ ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അടുത്ത് പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ആരൊക്കെ, ജോഷ്യ ചൈൽഡും ജോൺ ലോക്കും. ഇവരൊക്കെ മെർക്കന്റിലിസ്റ്റ് സ്കൂളിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ. ജോഷ്യ ചൈൽഡ് പറയുന്നത് എന്താണ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് പലിശ എന്ന് പറയുന്നത് എപ്പോഴും രാജ്യത്ത് എന്തായിരിക്കണം, ലോ ആയിരിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലേ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ, സേവിങ് അങ്ങനെയൊക്കെ രീതിയിൽ പണം ഇക്കോണമിയിലോട്ട് ഒഴുകുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് ഷുഡ് ബി ഓൾവേസ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ആരുടെ, ജോഷ്യ ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോൺ ലോക്ക് എന്താണ്, ജോൺ ലോക്ക് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ത് ചെയ്യാൻ പാടില്ല, റിഡക്ഷൻ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനോട് ആൾക്ക് യോജിപ്പില്ല. ഓക്കെ, അതായത് ലെൻഡിങ്, ട്രേഡ്, ഇതെല്ലാം അവരെ ബാധിക്കും, പുവർ ഇൻവെസ്റ്റേഴ്സിനെയും ബാധിക്കും എന്നാ പറയുന്നത്. പുവർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലക്ഷക്കണക്കിന് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊന്നല്ല, ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം എന്താണ്, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ കണ്ടിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യണത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യണ്ട, കുറയ്ക്കണ്ട. അതായത് ജോഷുവ ചൈൽഡും ജോൺ ലോക്കിനും അഭിപ്രായങ്ങൾ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആണ്. അറിയാം, ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ആളുകൾ ആരൊക്കെയാണ്, ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷലൊക്കെയാണ്. അവരുടെ കൂടെ വേറെ കുറച്ച് ആളുകളും കൂടി ഉണ്ട്. ആരൊക്കെയാണ്, കാൻഡിലൻ ആൻഡ് ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആണ് ആര്, ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാൻഡിലൻ എന്ന് പറയുന്നത് എന്താണ്, കാൻഡിലൻ ഇക്കോണമിയെ മാക്രോ ഇക്കണോമിക് ലെവലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കണ്ടോ, ഡിസ്ക്രൈബ് എൻറ്റയർ വർക്കിംഗ് ഓഫ് ആൻ ഇക്കോണമി, അതായത് ഒരു ഇക്കോണമിയുടെ മൊത്തം പ്രൊഡക്ഷൻ, ഫംഗ്ഷനിങ്, മണി, അതിനെ കുറിച്ചാണ് ആര് പറയുന്നത്, കാൻഡിലൻ പറയുന്നത്. ഫിസിയോക്രാറ്റ്സ് ആരാണ്, ഫിസിയോക്രാറ്റ്സിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് ക്വനെ കേട്ടോ. എസ് സൈലന്റ് ആണ്, ക്വനെ എന്നാണ് വായിക്കുക. ക്വനയുടെ ഫേമസ് ബുക്കാണ് ടാബ്ലോ ഇക്കണോമിക് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇവിടെ പറയുന്നത്, അതായത് ക്വനെ ടാബ്ലോ ഇക്കണോമിക് എന്ന് പറയുന്ന ബുക്കിലൂടെ പറയുന്ന മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താ അറിയോ, അഗ്രികൾച്ചർ ആണ് മോസ്റ്റ് വെൽത്തി പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചർ ആണ് വെൽത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സെക്ടർ എന്നാണ് ആര് പറയുന്നത്, ഫ്രാങ്കോയിസ് ക്വനെ പറയുന്നത്.
ഓക്കെ. ഇനി ടെർഗോട്ട് എന്ന് പറയുന്ന അടുത്തൊരു ഫിസിയോക്രാറ്റ് ഉണ്ട്. ഇങ്ങേരുടെ അഭിപ്രായത്തിൽ എന്താ, അതായത് വെൽത്ത്, നമുക്ക് കിട്ടുന്ന വെൽത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഒരാൾ മാത്രം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് എന്തുണ്ടാവുള്ളൂ, ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതാണ് ആര്, ടെർഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസിക്കൽ തോട്ടിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്. ഓക്കെ. അവിടെ പറയുന്നത് മെയിൻ ആയിട്ടും പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്, ഇതിനെ കുറിച്ചൊക്കെയാണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വത്തവകാശത്തിനെ കുറിച്ചും അതുപോലെ വ്യക്തിഗതമായിട്ടുള്ള പുതിയ പുതിയ സംരംഭകരെ കുറിച്ചും ഒക്കെയാണ്. ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആളുകളാണ് ജോൺ ലോക്കും ഡേവിഡ് ഹ്യൂം ഒക്കെ. ഓക്കെ. അപ്പൊ ഇവരെ കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകൾ ഡീറ്റെയിൽ നോട്ട്സ് ഉണ്ടാവും. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇൻട്രോ ഫസ്റ്റ് യൂണിറ്റ് അല്ലേ, അപ്പൊ എല്ലാത്തിന്റെയും ഇൻട്രോ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ദെൻ നമ്മുടെ സ്റ്റാർ ആരാണ്, ആഡം സ്മിത്ത് അല്ലെ, ഫാദർ ഓഫ് ഇക്കണോമിക്സ്. നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. ആളുടെ ബുക്കിന്റെ പേരാണ് വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ. ഈ ബുക്കിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ആൻ ഇൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ. ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് എപ്പോഴാണ്, 1776. അപ്പൊ ഈ ബുക്കിൽ മെയിൻ ആയിട്ടും പറയുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെയാണ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ലേബേഴ്സിനെ എന്ത് ചെയ്യണം നമ്മള്, അതായത് A to Z ഒരൊറ്റ ലേബർ ചെയ്യുന്നതിന് പകരം പണി അവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ഫ്രീ മാർക്കറ്റ് സിസ്റ്റം. ഫ്രീ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിയിൽ ആര് ഇടപെടാൻ പാടില്ല, ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല. ആ പറയുന്ന കൺസെപ്റ്റിനാണ് ലേസിയസ്റ്റ് ഫെയർ എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എക്സ്പ്ലെയിൻ ലേസിയസ്റ്റ് ഫെയർ എന്ന് മാത്രം വരും. ഓക്കെ. അപ്പൊ അത് ആഡം സ്മിത്തിന്റെ കൺസെപ്റ്റ് ആണ്. ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിലാണ് ആള് വരുന്നത്. ഇതിൽ പറയുന്നത് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. ഓക്കെ. ദെൻ സ്റ്റേറ്റ് ഷുഡ് പ്രൊവൈഡ് ഓൺലി നോൺ പ്രോഫിറ്റബിൾ. അതായത് ഇവിടെ പറയുന്നത് ലാഭം കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഒന്നിലും ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. അതായത് ലാഭം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഈവിൾ എന്നുള്ള കൺസെപ്റ്റ് ആണ് ആര് പറയുന്നത്, ആഡം സ്മിത്ത് പറയുന്നത്. പിന്നെ ആഡം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ വാല്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വാല്യൂ ഇൻ യൂസ് ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. ഓക്കെ. അതായത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്തിനാണ്, നമുക്ക് വാട്ടർ യൂസ് വാല്യൂ ആണ് അല്ലെ, അതേസമയം ഗോൾഡ് ഡയമണ്ട് ഒക്കെയാണോ അതിന് എക്സ്ചേഞ്ച് വാല്യൂ ആണ്. അത് വീട്ടിൽ വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് വാല്യൂ വരിക. അപ്പൊ അങ്ങനെ വാല്യൂ ടൈപ്പുകള്, പ്രൊഡക്ഷൻ, ഇക്കണോമിക് ഗ്രോത്ത്, ഇതിനെ കുറിച്ചെല്ലാം ആര് പറയുന്നുണ്ട്, ആഡം സ്മിത്ത് പറയുന്നുണ്ട്. ഓക്കെ. മറ്റ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളാണ് തോമസ് മാൾത്തസ്. മാൾത്തസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, തിയറി ഓഫ് പോപ്പുലേഷനെ കുറിച്ചാണ് ആളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ജോമെട്രിക് ലെവലിലും ഫുഡിന്റെ ഗ്രോത്ത് അരിത്തമെറ്റിക് ലെവലിലും ആണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ജോമെട്രിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 4, 8, 16 ഡബിളും ത്രിബിളും ഒക്കെ ആവില്ലേ, ആ സംഭവമാണ് ജോമെട്രിക് ഗ്രോത്ത്. നമ്മൾ മാത്സിൽ വരുന്ന ജോമെട്രിക്സ്. ഓക്കെ. അതാണ്. അരിത്തമെറ്റിക് ആണെങ്കിലോ 2, 4, 6, 8 അങ്ങനെ പോകുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതില് പോപ്പുലേഷൻ പോകുന്ന ജോമെട്രിക് ഗ്രോത്തിലും ഫുഡിന്റെ ഗ്രോത്ത് പോകുന്നത് അരിത്തമെറ്റിക് ലെവലിലുമാണ് എന്നാണ് ആര് പറയുന്നത്, തോമസ് മാൾത്തസ് പറയുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ നമ്മൾ പ്രൊഡക്ഷൻ കൂടുന്തോറും, പ്രൊഡക്ഷൻ ലെവൽ അഗ്രികൾച്ചറിൽ കൂടുന്തോറും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്താവും, കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ആളാണ് ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത്. ഡേവിഡ് റിക്കാർഡോന്റെ കൺസെപ്റ്റ് എന്താണ്, അതായത് ലേബേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ. അതായത് ലേബർ ആണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ, ഒരു പ്രൊഡക്ഷൻ നടക്കണതിന്റെ ഏറ്റവും മെയിൻ ആണ് എന്നാണ് പറയുന്നത് ഡേവിഡ് റിക്കാർഡോ. പിന്നെ റെന്റ് എന്ന് പറയുന്നത് ലാൻഡിനനുസരിച്ചിട്ട് വേണം റെന്റ് കൊടുക്കാൻ. അതായത് ഹൈ ഫെർട്ടൈൽ ലാൻഡിന് ഹൈ റെന്റും ലോ ഫെർട്ടൈൽ ലാൻഡിന് ലോ റെന്റും കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ് പറയുന്ന ആളാണ് ആര്, ഡേവിഡ് റിക്കാർഡോ. പിന്നെ പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുന്നതിനെയാണ് എന്ത് പറയാ, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ കാര്യം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആഡം സ്മിത്ത് കഴിഞ്ഞു. ഇപ്പൊ തോമസ് മാൾത്തസ് ആയി, ഡേവിഡ് റിക്കാർഡോ, ദെൻ JS മിൽ. JS മിൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ് ആള് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ലോസ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലോങ് റൺ പ്രൊഡക്ഷനും ഉണ്ട്, ഷോർട്ട് റൺ പ്രൊഡക്ഷനും ഉണ്ട്. ഓക്കെ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലെ. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ റിവാർഡുകൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ആര് പറയുന്നത്, JS മില്ല് പറയുന്നത്. ഓക്കെ. ദെൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് കൺസെപ്റ്റുകളെ കുറിച്ചും, പിന്നെ സോഷ്യലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഇക്കോണമിയാണ് എന്ത്, സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ പറയുന്നത്, നമ്മുടെ JS മില്ലിന്റെ കൺസെപ്റ്റുകൾ, അതായത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ ഒരാളെ കുറിച്ച് പറയുന്നത്. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് കാൾ മാർക്സ്. കാൾ മാർക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ.
ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്കാണ്. കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരിക്കലും ക്ലാസിക്കൽ സ്കൂളിൽ വരുന്ന ആളല്ല, പക്ഷെ ആളുടെ കൺസെപ്റ്റുകൾ ഒരുപാട് ലോകത്തിൽ മൊത്തം ഒരുപാട് മാറ്റങ്ങൾ, ചിന്താഗതികളൊക്കെ മാറാൻ സഹായിച്ച ഒരാളാണ് ആര്? കാൾ മാർക്സ് എന്ന് പറയുന്നത്. കാൾ മാർക്സിന്റെ മെയിൻ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? വാല്യൂവിനെ കുറിച്ച്, വേജിനെ കുറിച്ച്, സർപ്ലസ് വാല്യൂവിനെ കുറിച്ച്, ഈ 3 കാര്യങ്ങളെ കുറിച്ചുമാണ് കാൾ മാർക്സിന്റെ കൺസെപ്റ്റുകൾ പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താ അറിയോ? മെയിൻ ആയിട്ടും ലേബേഴ്സിലെ എത്ര പണിയെടുത്താലും ആൾക്ക് സബ്സിസ്റ്റൻസ് വേജേ കൊടുക്കാൻ പാടുള്ളൂ. എന്താ സബ്സിസ്റ്റൻസ് വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബറിന് ജീവിക്കാൻ വേണ്ട മിനിമം വേജ് ഇല്ലേ, ആ വേജേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് സബ്സിസ്റ്റൻസ് വേജ്. പിന്നെ എക്സ്ട്രാ പണിയെടുക്കുമ്പോൾ അതിന്ന് കിട്ടുന്ന ആ സർപ്ലസ് ഇല്ലേ, ആ അധികമായിട്ടുള്ള സംഭവം അത് ആരെടുക്കണം? പ്രോഫിറ്റ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് എടുക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ആരുടെ? കാൾ മാർക്സ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നതും അതിനെ ഒരുപാട് അങ്ങോട്ട് ഹൈപ്പ് കൊടുത്ത് ഇക്കോണമിയിൽ മൊത്തം എല്ലാ എക്കോണമികളിലേക്കും അതിന്റെ റിഫ്ലക്ഷൻ വന്നതൊക്കെ ആരുടെ ബുക്കോട് കൂടിയാണ്? ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കാൾ മാർക്സിന്റെ ബുക്കിലോട് കൂടിയാണ്. അതായത് ക്ലാസിക്കൽസുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ആർക്ക് വരുന്ന കൺസെപ്റ്റ്? കാൾ മാർക്സിന്റെ കൺസെപ്റ്റ്. അതുപോലെ കമ്മ്യൂണിസം അതായത് മുതലാളിത്ത വർഗം, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ എല്ലാം കൊണ്ടുവന്നത് ആരാണ്? കാൾ മാർക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന കൺസെപ്റ്റ് ആണ് മോഡേൺ ഇക്കണോമിക്സ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിന്റെ പേര് എന്താണ്? മോഡേൺ ഇക്കണോമിക്സ്. അതായത് ക്ലാസിക്കൽ ചിന്താഗതികളിൽ നിന്നും വേറിട്ട ചിന്താഗതിയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ? മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്തൊരു സാധനം വന്നാലും അവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വന്നു. ഒരു കമ്മോഡിറ്റീസ് വന്നാൽ കമ്മോഡിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ലേബർ വന്നാൽ ലേബറുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അങ്ങനെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന കൺസെപ്റ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്കണോമിക്സ് ആണ് ഏത്? മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു പ്രധാനപ്പെട്ട അവരുടെ കൺസെപ്റ്റ് ആണ് എല്ലാത്തിനും മാർജിനൽ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. എക്സാമ്പിൾ യൂട്ടിലിറ്റി, അതിന് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് കൊണ്ടുവന്നു. പ്രൊഡക്ഷൻ, മാർജിനൽ പ്രൊഡക്ഷൻ എന്ന് കൊണ്ടുവന്നു. കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്ന് വന്നു. റവന്യൂ, മാർജിനൽ റവന്യൂ. അങ്ങനെ എല്ലാറ്റിനും മാർജിനൽ കൺസെപ്റ്റുകൾ കൊണ്ടുവന്ന ആൾക്കാരാണ് ആര്? മോഡേൺ ഇക്കണോമിക്സ് സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ആളുകളാണ് ജിവോൺസ്, പോൾ മെഞ്ചർ, ലിയോൺ വാൾഡ്രാസ്. ഇവരെല്ലാവരും മാർജിനൽ കൺസെപ്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ വാല്യൂ, യൂട്ടിലിറ്റി, സ്കേഴ്സിറ്റി, ഇതെല്ലാം ആര് പറഞ്ഞ ആളുകളാണ്? അതായത് മോഡേൺ ഇക്കണോമിസ്റ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ദാഹിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂട്ടിലിറ്റി. ഇത് സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്ന മെയിൻ ആയിട്ട് പ്രൈസ് തിയറിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് പ്രൈസ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു വസ്തുവിന്റെയും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ ഡിമാൻഡ് നോക്കിയിട്ടാണ്. ഓക്കെ, അതായത് ഡിമാൻഡ് കൂടുന്ന സാധനത്തിന് ഓൾവേസ് എന്തായിരിക്കും? പ്രൈസ് കൂടുതലായിരിക്കും. അങ്ങനെ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കാൾ മെഞ്ചർ പറയുന്ന കൺസെപ്റ്റ് എന്താ അറിയോ? യൂട്ടിലിറ്റിയും വാല്യൂ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാ? യൂട്ടിലിറ്റി എന്ന് പറയാം. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ദാഹിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, പോരാ. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചു, പോരാ. മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഞാൻ മാക്സിമത്തിൽ എത്തി. അങ്ങനെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമത്തിലാക്കാൻ പറ്റും എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ആരാണ്? കാൾ മെഞ്ചർ ആണ്. ഈ കാൾ മെഞ്ചർ എന്ന് പറയുന്നത് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ആരാണ്? ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് തോട്ട്. ഓക്കെ, ലിയോൺ വാൾഡ്രാസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലിയോൺ വാൾഡ്രാസ് കൊണ്ടുവന്ന കൺസെപ്റ്റ് ആണ് ജനറൽ ഇക്കണോമിക് തിയറി, ജനറൽ ഇക്വിലിബ്രിയം തിയറി. ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കോണമി മൊത്തം ഇക്വിലിബ്രിയത്തിലാവുന്ന ഒരു അവസ്ഥ. അതിനെ കുറിച്ച് പറഞ്ഞ ആളാണ് ആര്? ലിയോൺ വാൾഡ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഡേൺ ഇക്കണോമിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ പറഞ്ഞ എന്തായിരുന്നു? മാർജിനൽ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. ആ ആളുകൾ ഏതൊക്കെ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ആളാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിനെ നമുക്ക് മോഡേൺ ഇക്കണോമിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഏത്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇവിടെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫേം എന്താണ്, വാല്യൂ എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, ഈ കൺസെപ്റ്റുകളെ കുറിച്ചെല്ലാം ആര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്? ആൽഫ്രഡ് മാർഷൽ തന്റെ ബുക്കിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു സയന്റിഫിക് ടച്ച്, ഇക്കണോമിക്സിന് ഒരു സയന്റിഫിക് ടച്ച് കൊടുത്ത ആളാണ് ആര്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, നൗ മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ +1 ഇക്കണോമിക്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. ഇക്കണോമിക്സ് ഇസ് ഡിവൈഡഡ് ഇൻടു 2, മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയില്ലേ, ആ കൺസെപ്റ്റ് ആണ് ഇവിടെ മോഡേൺ ഇക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, മോഡേൺ ഇക്കണോമിക്സിൽ മൈക്രോ എന്ന് പറയുന്നത് കൺസ്യൂമർ, ഫേം, അതിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ മാക്രോ എക്കോണമി എങ്ങനെയാണ്? ഇക്കോണമി ആസ് എ ഹോൾ ആണ് നമ്മൾ
പഠിക്കുന്നത്. ഓക്കെ, അതായത് മൊത്തം ഇക്കോണമി പഠിക്കുകയാണ് എവിടെ, മാക്രോ ഇക്കണോമിക്സ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കെയ്ൻസ് വന്നു. അതായത് 1930s കെയ്ൻസിന്റെ ബുക്ക് ഉണ്ട്. ഏതാ ബുക്ക്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻകം അല്ലെ. ആ ബുക്കാണ് ഏത്, ജോൺ മെനിയാർഡ് കെയ്ൻസിന്റെ മെയിൻ ആയിട്ടുള്ള ബുക്ക്. ഓക്കെ, ആ ബുക്കിലൂടെ നമ്മൾ പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് എന്താണ്, ഇഫക്റ്റീവ് ഡിമാൻഡ് എന്താണ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ്, അതായത് ഇക്കണോമിക്സ് കൺസെപ്റ്റുകളുടെ അതുവരെയുള്ള എല്ലാം മാറ്റി എഴുതിയ ഒരു ബുക്കാണ് ഏത്, കെയ്ൻസിന്റെ ഈ ഒരു ബുക്ക് നമുക്ക് പറയാൻ പറ്റും. അതായത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, പിന്നെ റിസഷൻ ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിപ്രഷൻ ടൈമിൽ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ ഇക്കോണമിയുടെ ഓരോ സ്റ്റേജുകളാണ് കേട്ടോ. ഓക്കെ, റിസഷൻ, ഡിപ്രഷൻ, ബൂം ഒക്കെ അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, കെയ്ൻസ് കഴിഞ്ഞിട്ടുള്ള ആളുകളും എന്തിനെ കുറിച്ച്, ഈ ഫുൾ എംപ്ലോയ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഓക്കെ, അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കൂടുകയാണെങ്കിൽ അത് ഗ്രോത്ത് എന്ന് പറയും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലോ ഗ്രോത്ത് പ്ലസ് സംതിങ് ആണ്. അതായത് ആളുകളുടെയും കൂടി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുകയാണ്, ആളുകളും കൂടി ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ ജീവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള കൺസെപ്റ്റുകൾ എല്ലാം കൊണ്ടുവന്നത് പോസ്റ്റ് കെയ്നീഷ്യൻസ് ആണ്. അതായത് കെയ്ൻസിന് ശേഷം വന്ന ആളുകളാണ്. ഓക്കെ, അങ്ങനെ വന്ന ആളുകളാണ് ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത്, മിൽട്ടൺ ഫ്രീഡ്മാൻ. പോസ്റ്റ് കെയ്നീഷ്യന്റെ കാര്യം പറയുന്നത്. അതായത് ഇവിടെയും പറയുന്നുണ്ട് ഒരുപാട് ഗവൺമെന്റ് എന്ത് ചെയ്യണ്ട, ഇന്റർവെൻ ചെയ്യേണ്ട. ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം, വേണ്ടെന്നല്ല, പക്ഷെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒരുപാട് ആവരുത്. ഫ്രീ മാർക്കറ്റിന് ഫ്രീ കൺട്രോൾ വേണം. പിന്നെ കെയ്ൻസിന്റെ എല്ലാ കൺസെപ്റ്റുകളും ആര് സപ്പോർട്ട് ചെയ്തിട്ടില്ല, പോസ്റ്റ് കെയ്നീഷ്യൻസ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ പറയുന്ന വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, അതാണ് WW2 എന്ന് എഴുതിയിരിക്കണം കേട്ടോ ഇവിടെ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മൾ ലോകത്തില് IMFും വേൾഡ് ബാങ്കും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു രാജ്യങ്ങളിലെല്ലാം ഒരുപാട് സഹായം ചെയ്യും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്രിയേഷൻസ് എന്നാണ് പറയുന്നത്. IMFും വേൾഡ് ബാങ്കിന്റെയും ഫംഗ്ഷൻസ് ഒക്കെ നമുക്കറിയാലോ. രാജ്യങ്ങൾക്ക് പണപരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത്, IMFും വേൾഡ് ബാങ്കും. ഓക്കെ, അടുത്തത് പാർത്ഥദാസ് ഗുപ്തയുടെ അഭിപ്രായത്തില്. ഓക്കെ, ഈ പറയുന്ന പോസ്റ്റ് കെയ്നീഷ്യനിൽ വരുന്ന ഒരാളാണ് പാർത്ഥദാസ് ഗുപ്ത എന്ന് പറയുന്നത്. അവിടെ ഇൻഡിവിജ്വൽസിന് അവരുടെ പ്രാധാന്യം കൊടുക്കണം. ഇൻഡിവിജ്വൽസിന് എന്ത് വേണം, അവരുടേതായിട്ടുള്ള ആ ഒരു വാല്യൂ കൊടുക്കണം, ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സൊസൈറ്റികളിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, അതിന്റെ റിഫ്ലക്ഷൻസ് വരും. ഓക്കെ, ഇൻഡിവിജ്വൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, സൊസൈറ്റിയിലും റിഫ്ലക്ഷൻസ് വരും എന്നാണ് ആര് പറയുന്നത്, പാർത്ഥദാസ് ഗുപ്ത പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഓവറായി പഠിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യകാല ഇക്കണോമിക്സ് എങ്ങനെയായിരുന്നു, ആ ഇക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ്, അതുപോലെ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആരൊക്കെയാണ്, ആരാണ് മെർക്കേന്റെ ലിസ്റ്റ്, കാൾമാർക്സ് ബുക്ക് ഏതാണ്, കാൾമാർക്സ് വന്നതോടുകൂടി വന്ന മാറ്റം എന്താണ്, കെയ്ൻസ് മാറ്റം എന്താണ്, അതുപോലെ കെയ്ൻസിന് ശേഷം വന്ന ആളുകൾ, പോസ്റ്റ് കെയ്നീഷ്യൻസ്, എല്ലാവരും കൊണ്ടുവന്ന കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് വരും ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, ദെൻ ഗാന്ധിയുടെ ഇക്കണോമിക് തോട്ടുകൾ, അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് തന്നെ കേട്ടോ. അപ്പൊ ഇതിൽ നിന്നെല്ലാം വന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്ലസ് ഗാന്ധിയുടെ കൺസെപ്റ്റുകൾ, ഇതിനെ കുറിച്ചൊക്കെ എന്താണ്, അങ്ങനെയുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തപ്പോൾ കണ്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. മോഡേൺ ഇക്കണോമിക്സിന്റെ ബേസിക്സ് എന്തൊക്കെയാണ്? മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് വന്ന ഒരു ഡൈവേർഷൻ ആണ് അല്ലെ, മെയിൻ ഡൈവേർഷൻ ആണ് മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് കെയ്ൻസിന്റെ വരവും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കെയ്ൻസ് തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡേൺ ഇക്കണോമിക്സിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി മോഡേൺ ഇക്കണോമിക്സ് വന്നത് ശരിയാണോ, ദാറ്റ് ഈസ് ക്രിട്ടിക്കലി എക്സാമിൻഡ്. കണ്ടോ, ക്രിട്ടിക്കലി എക്സാമിൻ ദ ബേസിക്സ് ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പൊ മോഡേൺ ഇക്കണോമിക്സ് എന്താന്ന് എഴുതിയിട്ട് വേണം അത് ക്രിട്ടിസൈസ് ചെയ്യാൻ, അത് നല്ലതാണോ ചീത്തയാണോ, നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ഐ വിൽ ക്ലിയർ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, കീപ് ഗോയിങ്. ഓക്കെ, താങ്ക് യു.